ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു അമ്പലത്തിൽ പോവാണ്. എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളത്തുള്ള കാളിയാർ മഠം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ കുഞ്ഞയുടെയും കൊച്ചയുടെയും കൂടെയാണ് പോയത്. ഞാൻ കാറിലാണ് പോയത്. ഇതെൻ്റെ കുഞ്ഞയും കൊച്ചയാണ്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ അണ്ണൻ അവിടെ ഒരു വിഗ്രഹം പൂജിക്കാനുണ്ട്. അത് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പരോര് പൊഴിക്കര തീരദേശം വഴിയാണ് പോയത്. അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. കടൽ വഴി ആയതുകൊണ്ട് തന്നെ കടൽ ഭംഗി നല്ലപോലെ ആസ്വദിച്ചാണ് പോയത്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ പോകാറുള്ളതാണ് ഇതുവഴി. പോകുന്ന വഴിക്ക് ഞങ്ങൾ കായലിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് മണൽ കൂമ്പാരം കണ്ടു. എന്താണെന്നറിയില്ല, ഇനി കായലിൽ നിന്ന് വാരിയ മണലാണോ എന്നറിയില്ല. കായൽ എന്തായാലും കുളമാക്കിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കുറേ ആളുകൾ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഒത്തിരി അധികം ആളുകളുണ്ടായിരുന്നു. ബലിയിടാൻ വേണ്ടിയിട്ട് കടലിൽ നിൽക്കുന്നതാണ് കണ്ടത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ വ്യൂ ഒരു പ്രത്യേക വൈബാണ്. നമ്മളെ സാധാ അമ്പലം പോലെയൊന്നുമല്ല, വേറൊരു ലുക്കാണ്. ഇത് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ സ്വാമിക്ക് വേണ്ടിയിട്ട് സ്വീറ്റ്, മഞ്ച്, ഫ്രൂട്ട്സ് ഇതെല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പാട്ടും ബഹളവും ഭക്തിഗാനങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. ഇത് കേട്ട് തന്നെ അവിടെ നിന്ന് പല സ്ത്രീകൾക്കും അനുഗ്രഹം വന്ന് തുള്ളുന്നതാണ് ഞാൻ കണ്ടത്. ഇതാണ് സ്വാമി, അതായത് അവിടുത്തെ പൂജാരി. പുള്ളിക്കാരനെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണാറുള്ളതാണ്. ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് ഇൻസ്റ്റയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ അത് ഭദ്രകാളിയാണ്. ഭദ്രകാളി തുള്ളി വരുന്നതാണ്. അവിടെ 3 പ്രതിഷ്ഠയാണ് ഉള്ളത്. ഒന്ന് വിഷ്ണുവായ, പിന്നെ ഭദ്രകാളി, പിന്നെ ശിവൻ. ഇത് നമ്മുടെ വിഷ്ണുമായ സ്വാമിയാണ്. സ്വാമി അനുഗ്രഹിച്ചതാണ്. ആ അഭിഷേകം ചെയ്യുന്നത് കള്ളാണ്. കള്ളും ഇളനീരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവിടെ അഭിഷേകത്തിനും സ്വാമിക്ക് കൊടുക്കുന്നതൊക്കെ. അതിനുശേഷം ശിവൻ, ഇത് ശിവനാണ്. മുത്തപ്പൻ എന്നാണ് പറയുന്നത്. ശിവനെ അനുഗ്രഹിച്ച് വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്ത്രീകളും അവിടെ അനുഗ്രഹം കിട്ടി ആടുന്നുണ്ട്. ഇത് ഭദ്രകാളി ആണ്, ദേവിയാണ്. ദേവി അനുഗ്രഹിച്ച് വരുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് അവിടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ആഹാരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുട്ടും കടലയും കഞ്ഞിയും ഒക്കെ. അങ്ങനെ ആ ഒരു മണ്ഡപത്തിൽ കൈകൊട്ടിക്കളിയാണ്. അത് എനിക്ക് നല്ല ടയേർഡായതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പോയില്ല. പുറത്തുള്ള വ്യൂസ് എല്ലാം വീഡിയോ എടുത്ത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാൻ നല്ല രസമാണ്. അതിനുശേഷം ഞാൻ പോയിട്ട് കൈകൊട്ടിക്കളിയുടെ വീഡിയോ എടുത്ത്. നല്ല ഭംഗിയുണ്ടായിരുന്നു പെൺകുട്ടികൾ കൈകൊട്ടി കളിക്കുന്ന കാണാൻ. അതിനുശേഷം ഞങ്ങളെ വിഗ്രഹം പൂജിച്ച് ഒരു 12 മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഒരു 4 മണിയോളം ആയി. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.